ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത് തക്കാളി ബോക്സ് കിട്ടീന് കേട്ടോ, തക്കാളി പെട്ടി. ഇത് പൊട്ടിയതാണ്, ഇത് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരു കടയിൽ നിന്ന് ഇതൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് നമുക്ക് തന്നതാണ്. പിന്നെ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ എടുക്കും, എന്തൊഴിവാക്കിയതും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെടികളൊക്കെ നട്ടിട്ട് നമുക്ക് കുറച്ച് 10 മണി ചെടികൾ നട്ട് പിടിപ്പിക്കാനുണ്ട് കേട്ടോ. നമ്മളെ ചെടികളൊക്കെ നിറയെ കമ്പ് പൊട്ടീന്. അപ്പോൾ നമുക്ക് അതിമന്ന് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് വേറെ നട്ട് പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എങ്ങനെ നട്ട് പിടിപ്പിക്കുന്ന രീതിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ മണ്ണിങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ചതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കരിയിലയുടെയും കൂട്ടി നമ്മളിത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നട്ട് പിടിപ്പിക്കൽ. പിന്നെ ഈ 10 മണി ചെടികൾക്കൊന്നും നട്ട് പിടിപ്പിക്കുമ്പോൾ അധികം വളവും കാര്യങ്ങളൊന്നും വേണ്ട, ഒരു മണ്ണ് മാത്രം തന്നെ മതി. പിന്നെ ഞാൻ തന്നെ കുറച്ച് കരിയിലുണ്ടായി നമ്മളെ കയ്യിൽ, അതുകൂടി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് രണ്ടുകൂടി ഒന്നിച്ചാക്കിയിട്ട് ഇതുപോലെ നമുക്ക് തക്കാളി ബോക്സിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ഈ 10 മണി ചെടി എന്ന് പറയുന്നത്. 10 മണി ചെടി 8 മണി ചെടിയൊക്കെ പെട്ടെന്ന് പിടിക്കും, വേഗം ഉണ്ടാവും. ഒരുപാട് ദിവസം നമ്മളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയൊന്നും വേണ്ട, നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവിന്. എല്ലാവർക്കും അറിയാലോ, ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ചെടിയാട്ടോ. എനിക്ക് ഈ 10 മണി ചെടി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു 8 മണി 10 മണിയാണ് സമയത്തുണ്ടല്ലോ, ഇതൊക്കെ പാടെ ഇങ്ങോട്ട് പൂവിട്ടിക്കണമെന്ന് കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പം ഞാനെന്താണ്, നമുക്ക് കുറച്ചുകൂടി നടാണ്ട് അതിനെ ഒന്ന് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച്. വേഗം ഉണ്ടാവും ചെയ്യും, വീട് മുറ്റത്ത് നമുക്കൊരു ഭംഗി കൂടുതലുമാണ് കേട്ടോ ഈ 10 മണി ചെടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മളെ ബോക്സിൽ ഇതുപോലെ ഇങ്ങനെയായിട്ട് മണ്ണ് നിറച്ച് വെച്ചിട്ടോ. അപ്പോൾ ഈ മണ്ണ് പോരായികയാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി മണ്ണ് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എന്തൊക്കെ ഉണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങൾക്കൊക്കെ റാഹത്താണ്. ഇപ്പം പിന്നെ എങ്ങനെയുണ്ട്, ചൂടല്ല, ഭയങ്കര ചൂടും വെയിലുമാണല്ലോ. അപ്പം നമ്മൾ ഈ ചെടികളും പച്ചക്കറികളൊക്കെ നടുന്നവരൊക്കെ ആണെങ്കിൽ വെള്ളത്തിന് ഭയങ്കര ഇപ്പോൾ ഒരു ക്ഷാമമുള്ളൊരു സമയമാണല്ലോ. അപ്പം ഞാൻ സാധാരണ എങ്ങനെയാണ് വെള്ളം സ്വരൂപിച്ച് വെക്കരുതെന്ന് പറഞ്ഞു തരട്ടെ. നമുക്കിതൊക്കെ നനയ്ക്കണമെങ്കിൽ അത്യാവശ്യം തന്നെ വെള്ളം വേണമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, അലക്കണ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അലക്കണ വെള്ളം അതുപോലെ കിച്ചണിലെ വെള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒന്നൊരു ബക്കറ്റിലാക്കി ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് വൈകുന്നേര സമയങ്ങളിലാണ് ഞാൻ ആ വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ ചെടികൾക്കൊക്കെ നനച്ച് കൊടുക്കും, ചെടിക്കും പച്ചക്കറിക്കൊക്കെ കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് മണ്ണ് നിറച്ചതിന് ശേഷം കുറച്ചൊന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്കിതിന് നടണതിൻ്റെ മുന്നേ കുറച്ചൊന്ന് വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ വെള്ളത്തിന് ക്ഷാമമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. പിന്നെ ചൂട് എന്തായാലേ ചൂട് ഭയങ്കര, കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ടും ചൂട് കൂടുതലാണ്. പിന്നെ ഇതുപോലെ ഇനി കുറച്ച് 10 മണി ചെടികൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊക്കെ തിങ്ങി നിറയെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ചെടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിന്മേൽ പുതിയ കമ്പ് പൊട്ടി മുളിച്ചുണ്ടാവുക. അപ്പോഴാണ് ഇത് കൂടുതൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുക. ഇത് നമ്മളെന്ത് ചെയ്യുക, കട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങനെ നീണ്ട് ഇങ്ങോട്ട് പോകും, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പിരിച്ച് കുഴിച്ചിടുമ്പോൾ എന്താണ്, ഒരുപാട് ചെടികൾ നമുക്കുണ്ടാവും ചെയ്യും. വീട്ടുമുറ്റത്ത് ഒരു ചെടി തന്നെ ഇങ്ങനത്തെ 10 മണി ചെടികളൊക്കെ ഉണ്ടല്ലോ, നിറയെ ഉണ്ടായി നല്ല ഭംഗിയാണ്. ഒരു തണ്ട് 2 തണ്ടൊക്കെ ഉണ്ടായാൽ മതി, അതിന്മേൽ ഇത്രത്തോളം നമുക്ക് നട്ട് പിടിപ്പിക്കാൻ കഴിയും കേട്ടോ. ഞാനിവിടെ ഉള്ള ചെടികളൊക്കെ അതുപോലെയാണ്. കുറഞ്ഞ ചെടികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ അത് ഞാൻ വളർത്തിയെടുത്ത് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് എൻ്റെ അടുത്തുള്ള ഒരുവിധം എല്ലാ ചെടികളും കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ പൈസ കൊടുത്ത് ഇങ്ങനെ ചെടികളൊന്നും വാങ്ങാനല്ല കേട്ടോ. സാധാരണ എവിടെ കണ്ടാലും പിന്നെ ആരോട് ചോദിച്ചാൽ ആരും എനിക്ക് ചെടിയും തരലുണ്ട് കേട്ടോ. നമ്മളതുപോലെ ആവശ്യക്കാരുണ്ടെങ്കിലും അവർക്കും കൊടുക്കേണ്ടേ. ഇതുപോലെ ഇങ്ങനെ കുറച്ച് തണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് ഇനി ഇതുപോലെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കാം കേട്ടോ. ഇല്ലേ എങ്ങനെയുണ്ട്, ഒക്കെ 10 മണി ചെടി ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ചെടിയാണ്, നമുക്ക് മറ്റേ ചെടീൻ്റെ മാതിരിയൊന്നുമല്ല, വേഗം കുറേ താമസമൊന്നും പിടിക്കണ്ട. ഇന്ന് നട്ട് ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേനും കാണാം അതിന് നിറയെ കമ്പും പൂവ് ഇങ്ങോട്ട് ഉണ്ടാകുന്നത് കേട്ടോ. കമ്പ് പൊട്ടി പെട്ടെന്ന് തന്നെ വേഗം പൂവുണ്ടാവും. നമ്മളൊന്ന് ഒരു ശ്രദ്ധ കൊടുത്താൽ മതി. അതുപോലെ നനവും കാര്യങ്ങളും കേട്ടോ. നനവും അത്യാവശ്യത്തിനൊരു വൈകുന്നേര സമയങ്ങളിൽ കുറഞ്ഞൊരു നനവ് കൊടുത്താൽ മതി. ഇത് പിന്നെ പെട്ടെന്ന് ചീഞ്ഞ് പോവുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ തന്നെയോ നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ ഈ ബോക്സിലൊക്കെ നട്ട് പിടിപ്പിച്ചാൽ ഇങ്ങനെ തിങ്ങി നിറയെ ഉണ്ടായാലും നിറയെ പൂവ് ഇങ്ങോട്ട് ഉണ്ടായി കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി കേട്ടോ. ആ ചെടീനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. പിന്നെ ചെടി പച്ചക്കറി ഓരോരുത്തർക്കും ഓരോന്നിനോടായിരിക്കുമല്ലോ താല്പര്യം ഉണ്ടാവില്ലേ. ചില ആൾക്കാർക്ക് പച്ചക്കറി ആയിരിക്കും,
ചില ആൾക്കാർക്ക് കോഴി വളർത്തലായിരിക്കും, ആട് വളർത്തലായിരിക്കും. നമുക്ക് എന്താണോ നമുക്കുള്ള കഴിവ് നമ്മളതൊന്ന് തെളിയിപ്പിച്ചെടുക്കുക. നമ്മൾ മടി പിടിച്ച് വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്ന് നമ്മളെ പണികൾ കഴിഞ്ഞ് വീട്ടിലിങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഫോൺമേലും കളിച്ച് നിൽക്കുന്ന സമയത്തൊന്ന് ഒരു 10 മിനിറ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ ഒരു പണിക്കൊന്ന് വേണ്ടി മാറ്റി വെച്ചാൽ നമ്മളെ വീടിനും ഒരു സന്തോഷം, ഒരു വൃത്തിയാണ്. വീടിൻ്റെ മുറ്റമൊക്കെ കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമുക്ക് കുറേ മനസ്സിനൊരു സമാധാനം കേട്ടോ. എനിക്കിങ്ങനെ ചെടി പച്ചക്കറിയൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അത് നട്ടുപിടിപ്പിക്കാൻ കുറച്ച് ടൈമൊക്കെ ഞാൻ അതിൻ്റെ ചുറ്റുവട്ടം ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കും കേട്ടോ. അതുപോലെ കോഴിനെ വളർത്തുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് സ്ഥലം തീരെ കുറവാണ് കേട്ടോ. സ്ഥലം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യം അതൊക്കെ ചെയ്ത് വളർത്തുകയൊക്കെ ചെയ്യണേ. ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് താല്പര്യത്തോടെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഉഷാറായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മളെ ചെടി ഇതുപോലെ നട്ടുപിടിപ്പിച്ച് വെച്ചിന് കേട്ടോ. ഇനി നമുക്കിതൊരു സ്ഥാനത്തേക്കായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ അത് മാറ്റി വെക്കണം, മുൻഭാഗത്തേക്ക് തന്നെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരുപാട് ചെടികൾ പിന്നെ നമ്മളത് എന്ത് ചെയ്ത് ഞാനിപ്പോൾ മാറ്റി പിരിച്ച് കുഴിച്ചിട്ട്, അതാണ് ഇവിടെയൊക്കെ നിറയെ പൂവുള്ള ചെടികളുണ്ടായിന് കേട്ടോ. അതൊക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്ത് തണലത്തേക്ക് മാറ്റി കൊണ്ടുപോയി വെച്ച്, പിന്നെ പുതിയ ചെടികൾ കുറച്ച് നട്ട് പിടിപ്പിച്ച് വെച്ചാട്ടോ. ഗ്രോ ബാഗിലൊക്കെ കാണുന്നതൊക്കെ പുതിയ തരം ചെടികളാണ്. എന്ത് കിട്ടിയാലും പിന്നെ ഞാൻ ഒഴിവാക്കില്ല, അതൊക്കെ അതിൻ്റെ മട്ടത്തിൽ അതിൻ്റെ അതായ സ്ഥാനത്തേക്ക് തന്നെ നട്ട് പിടിപ്പിച്ച് വെച്ചാലും തന്നെ ഒരു പ്രത്യേകം ഭംഗിയാണ്. ഇനി 10 മണി ചെടികളൊക്കെ കുറച്ചുകൂടി നട്ട് പിടിപ്പിച്ചിട്ട് നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഒരു ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ വെച്ചാലെന്താണെന്നോ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യണം. അതിന് കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും നമുക്കൊക്കെ കടയിലൊക്കെ ഒഴിവാക്കിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇതുപോലൊക്കെ നട്ട് പിടിപ്പിച്ചാൽ ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫാൻ്റെ മൂടി നട്ട് പിടിപ്പിച്ച ചെടി കേട്ടോ ഇതും ഒരു 10 മണി 8 മണിയാണ് സമയത്ത് നമ്മളെ മുറ്റം കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.